ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം, ലോകത്തെമ്പാടും പടർന്നു പന്തലിച്ച ഒരു സ്ഥാപനം, കഴിഞ്ഞ ദിവസം അവരുടെ ഒരു സർക്കുലർ പുറത്തു വന്നിരുന്നു. അവരുടെ സ്റ്റാഫുകളോട് അവർ നിർദ്ദേശിച്ചത്, നിങ്ങൾ ഇനി മുതൽ മംഗൾസൂത്ര, അതായത് താലി, കയ്യിൽ ചരടുകൾ, ബിന്ദി, അതുപോലെ തിലകം തുടങ്ങിയവ അണിഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തിൽ ജോലിക്ക് വരരുത്, പകരം ഹിജാബ് അനുവദിച്ചുകൊണ്ടും കൂടി ആ സർക്കുലർ അവർ പറയുന്നുണ്ട്. ഇതോടുകൂടി രാജ്യത്തെമ്പാടും വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളിക്കത്തി. ആ പ്രതിഷേധത്തിന്റെ പ്രതിഫലനമായി ഇപ്പോൾ കാണുന്നത് ആ കമ്പനി മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ലെൻസ്കാർട്ട് എന്ന് പറയുന്ന കണ്ണാടിക്കടയുടെ കഥയാണ് പറഞ്ഞു വരുന്നത്. പീയൂഷ് ബൻസാൽ എന്ന് പറയുന്ന ഹിന്ദുവിന്റെ സ്ഥാപനത്തിൽ അവിടുത്തെ HR മാനേജറാണ് ഇത്തരത്തിൽ ഒരു സർക്കുലർ പുറത്തുവിട്ടത്. ഇപ്പോൾ കമ്പനി പറയുന്നത് അതൊരു പഴയ സർക്കുലർ ആണ് എന്നും ജനങ്ങളുടെ ആ പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ വിഷമം കമ്പനി മനസ്സിലാക്കുന്നുവെന്നും ഇനി മുതൽ അങ്ങനെ ഉണ്ടാകില്ല എന്നും കമ്പനിയിലുള്ള സ്റ്റാഫുകൾക്ക് എന്തും ധരിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത്. പക്ഷേ നിയമപരമായി ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു സർക്കുലറാണ് പുറത്തിറക്കിയതെന്ന് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ പറയുന്നു. ഒപ്പം തന്നെ അവർ പറയുന്ന ഒരു കാര്യം, കമ്പനി മാപ്പ് പറയാതെ ഇനി തുടർ പ്രവർത്തനം നടക്കില്ല എന്നാണ്. പക്ഷേ ഇതിനകത്തൊരു യാഥാർത്ഥ്യം ഒളിഞ്ഞിരിക്കുന്നു. ലെൻസ്കാർട്ട് എന്ന് പറയുന്ന 2500ഓളം ശാഖകൾ മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലുമായിട്ടുള്ള ഈ സ്ഥാപനത്തിന്റെ കച്ചവടം അമ്പയെ താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞത്. കാരണം മിക്കയിടത്തും ഇതുപോലെ ബജരംഗളിന്റെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ അകത്ത് കയറിയും അവർക്ക് തിലകമണിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. ഇതൊരു വലിയ മതപരമായ വിഷയമായി മാറിയതോടുകൂടി കച്ചവടം കൂട്ടുമെന്ന് കണ്ടപ്പോഴാണ് ലെൻസ്കാർട്ടിന്റെ പുതിയ ഒരു എക്സ്പോസ്റ്റ് രംഗത്തെത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ പഴയ സർക്കുലർ ആയിരുന്നത് അത് മാറ്റിയിട്ടുണ്ട്, പുതിയ സർക്കുലർ ആണെന്ന്. പക്ഷേ മാപ്പ് പറയാതെ ഇനി ഇഞ്ച് മുൻപോട്ട് പോകില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, നഷ്ടപ്പെട്ട കച്ചവടത്തിൽ ഇനി തിരിച്ചു കയറുക അല്പം പ്രയാസകരമായിരിക്കും. നമ്മുടെ മന്തി പോലെ കേരളത്തിൽ മന്തി ആയിരുന്നു ഈ വിഷുക്കാലത്ത് ഏറ്റവും ചർച്ചയായ വിഷയമെങ്കിൽ ഇപ്പോൾ അതാ നോർത്ത് ഇന്ത്യയിൽ ലെൻസ്കാർട്ട് അവിടുത്തെ ഹിന്ദുക്കൾ അവരുടെ ആചാരപരമായി താലിയും ഒപ്പം തന്നെ ഈ നെറ്റിയിൽ അണിയുന്ന തിലകവും മറ്റും ഉപയോഗിക്കാൻ പാടില്ല, ചരട് കെട്ടാൻ പാടില്ല, പകരം ഹിജാബ് അനുവദിക്കുന്നുണ്ട്, മതപരമായ തൊപ്പി മുസ്ലിങ്ങൾക്ക് അനുവദിക്കുന്നുണ്ട്, ഹിന്ദുക്കൾക്ക് അത് പാടില്ല എന്ന് ലെൻസ്കാർട്ട് പോലെ ഒരു സ്ഥാപനം പറയുമ്പോൾ ആ സ്ഥാപനത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു ബഹുഭൂരിപക്ഷം വരുന്ന ഒരു രാജ്യം എത്രത്തോളം അംഗീകരിക്കുമെന്നുള്ളത് സാമാന്യ ബുദ്ധിക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളം.